ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നാലെ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിലും രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്ക്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പദവിയിലേക്ക് ഉയർന്നുവരാൻ നടത്തിയ ശ്രമത്തിന്റെ ഭാഗമായി വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ യുവജന കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും അന്വേഷണം ശക്തമാകുന്നു. ഇതിനിടെ നേരത്തെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങൾ കൊണ്ടുതന്നെ വലിയ വിവാദത്തിലായിരുന്ന രാഹുലിന് ഇപ്പോഴിതാ മറ്റൊരു കേസും തലവേദനയായി. ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ശനിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ രാഹുലിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. പ്രതികളുടെ ശബ്ദരേഖയിൽ രാഹുലിന്റെ പേരുണ്ടെന്നതാണ് വീണ്ടും ചോദ്യം ചെയ്യാൻ കാരണമായത്. കേസ് ഇപ്പോൾ അന്വേഷണം അവസാന ഘട്ടത്തിലായതിനാൽ ചോദ്യം ചെയ്യലിന് പ്രത്യേക പ്രാധാന്യം നൽകുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റാകാനുള്ള ആഭ്യന്തര പോരാട്ടത്തിന്റെ പശ്ചാത്തലത്തിലാണ് വ്യാജ ID കാർഡ് നിർമ്മാണം നടന്നതെന്ന് കേസ് വ്യക്തമാക്കുന്നു. CR കാർഡ് ആപ്പ് ദുരുപയോഗം ചെയ്ത് സംഘാടക തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചുവെന്നാണ് ആരോപണം. നേരത്തെ മ്യൂസിയം പോലീസ് അന്വേഷിച്ച കേസാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരിക്കുന്നത്. മ്യൂസിയം പോലീസ് നേരത്തെ തന്നെ രാഹുലിനെ ചോദ്യം ചെയ്തിരുന്നു. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉപയോഗിച്ചുവെന്ന വിവരം പുറത്തു വന്നപ്പോൾ 4 പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരിൽ രാഹുലിന്റെ അടുത്ത സുഹൃത്തും സ്ഥിര സഹചാരിയുമായ ഫെനി നൈനാനും ഉൾപ്പെടുന്നു. പ്രതികൾക്ക് പിന്നീട് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ ഇക്കാലയളവിൽ ശക്തമായ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ലൈംഗിക ആരോപണങ്ങളുടെ കേസിൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ശക്തമായിരിക്കെ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം നേരിടേണ്ടി വരുന്ന വ്യാജ ID കാർഡ് അദ്ദേഹത്തിന്റെ ഭാവി രാഷ്ട്രീയ ജീവിതത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്നാണ് വിലയിരുത്തൽ. അന്വേഷണ സംഘം പറയുന്നത് പ്രകാരം പ്രതികളുടെ ശബ്ദരേഖയിലെ തെളിവുകളും മുമ്പ് അറസ്റ്റിലായ പ്രവർത്തകരുടെ മൊഴിയും ചേർന്നാൽ കേസിന് ശക്തമായ വഴിത്തിരിവുണ്ടാകാനിടയുണ്ട്. ഇത് കോൺഗ്രസ് നേതൃത്വത്തിനും ആശങ്ക സൃഷ്ടിക്കുന്നു. സംഘടനാ തെരഞ്ഞെടുപ്പുകളിലെ വിശ്വസ്തത ചോദ്യം ചെയ്യപ്പെടുമെന്ന ഭയവും പാർട്ടിക്കുള്ളിൽ ഉയർന്നു വരുന്നുണ്ട്. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.